നിങ്ങളോ? ഭയത്തോടുകൂടി ജിയ തന്റെ മുന്നിലേക്ക് വന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും മുന്നിൽ നിൽക്കുന്ന ആൾ പൊട്ടിച്ചിരിക്കുന്നു. You still remember me? ഞാൻ കരുതി നീ എന്നെ മറന്നു കാണുമെന്ന്. ആദം ജോൺ സാമുവലിന്റെ മായാവലയത്തിൽ പെട്ട് കിടക്കുന്ന ജിയ ആദം ജോൺ സാമുവൽ എന്നെ ഓർത്തിരിക്കുന്നുണ്ടെന്നത് തന്നെ മഹാ അത്ഭുതം. കുടിലത നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും ജിയയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു. അവൾ വളരെ പാടുപെട്ട് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുവാൻ ശ്രമിച്ചു. പരാജയപ്പെടുമെന്നറിഞ്ഞിട്ടും വേദന കടിച്ചമർത്തി അവൾ ഒരുവിധം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. നിങ്ങൾ അത്ര വേഗം എനിക്ക് മറക്കാൻ സാധിക്കുമോ? നിങ്ങൾ കാരണമാണ് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചത്. ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ ആരാ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു കൊല്ലത്തിൽ കൂടുതലായി കാണുമല്ലേ കഥയിലെ നായിക കഥയേറിയാതെ ആട്ടമാടുന്നത്. ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാം. ഞാൻ പവിത്രൻ, ഇന്ത്യയൊട്ടാകെ വ്യാപിച്ചു കിടന്ന റെഡ്ഡിയാർ ആൻഡ് സൺസിന്റെ സ്ഥാപകനായ പരമേശ്വര റെഡ്ഡിയാരുടെ മൂത്ത പുത്രൻ. നിനക്കെന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ നിന്റെ ഭർത്താവിന് എന്നെ നല്ലതുപോലെ അറിയാം. ആര് പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന്? എനിക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. അന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ വേഷത്തിൽ വന്നത് നിങ്ങളായിരുന്നില്ലേ? സാമൂലപ്പയെ കൊല്ലാൻ പോയിസൺ നിറച്ച മരുന്ന് എനിക്ക് മാറ്റി തന്നത് നിങ്ങളായിരുന്നില്ലേ? ഞാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പുതിയ ഡോക്ടറാണെന്ന് എന്നോട് കള്ളം പറഞ്ഞു. അത് വിശ്വസിച്ച് ഞാനൊരു വീട്ടി. നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക കൂടി ചെയ്യാതെ ഞാൻ ആ മരുന്ന് സാമൂലപ്പയുടെ ദേഹത്തേക്ക് ഇഞ്ചക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇപ്പൊ എനിക്കും നിങ്ങളെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ മുഖം അത് ഞാൻ ഒരിക്കലും മറന്നു പോയിട്ടേയില്ല. വെരി ഗുഡ്. നീ അല്ലെങ്കിലും എന്നെ മറക്കരുത് ജിയ. നിന്നെ ഞാനും മറന്നിട്ടില്ല. ആദ്യമായി നിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നീ എന്നെ വല്ലാതെ ആകർഷിച്ചു. ജോൺ സാമുവലിനെയും അവൻ്റെ മകനെയും ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കിയ ശേഷം നിന്നെ സ്വന്തമാക്കാമെന്ന് വെറുതെ ഞാൻ വ്യാമോഹിച്ചു. അതിനുള്ളിൽ തന്നെ സാമുവലിൻ്റെ മകനങ്ങ് കയറി സ്കോർ ചെയ്തു. സാരില്ല, ഇത്തിരി വൈകിയാണെങ്കിലും നീ എൻ്റെ കൈകളിൽ തന്നെ വന്നല്ലോ. അതിന് താങ്ക്സ് ടു ലിസ. ലിസ? അവരാണോ എന്നെ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിച്ചത്? ജിയുടെ വാക്കുകൾ കേട്ടതും എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നിട്ട് കുസൃതിയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് പവിത്രൻ ജിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അങ്ങനെ ചോദിച്ചാ ആണെന്നും പറയാം, അല്ലാന്നും പറയാം. എൻ്റെ അച്ഛനെയും അനുജനെയും ഇല്ലാതാക്കി ആദത്തിനെ എങ്ങനെ വീഴ്ത്താമെന്ന് ആലോചിച്ച് നടന്ന സമയത്താണ് എൻ്റെ തലയിൽ ഒരു കുത്തി ഉദിച്ചത്. ശത്രുവിൻ്റെ ശത്രു മിത്ര. ആദം ജോൺ സാമുവലിൻ്റെ ശത്രുക്കളെ തിരഞ്ഞ് ഒരുപാട് അലയേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ സ്വന്തം പേറ്റ തള്ള എൻ്റെ മുന്നിൽ വന്ന് നിന്നു. ലിസ. പിന്നെ ചെറിയൊരു ഡീൽ. ആദം ജോൺ സാമുവലിൻ്റെ ജീവനാണ് ലിസ ജോൺ സാമുവലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പകരം ഞാൻ നിന്നെയും
അത് കേട്ടതും കരഞ്ഞുകൊണ്ടിരുന്ന ജിയ കണ്ണു വിടർത്തി തന്റെ എതിരെ നിൽക്കുന്ന പവിത്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതൊരിക്കലും സാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരിക്കലും ഈ ചൈനെ കൊല്ലാൻ കഴിയില്ല, പിന്നെ എന്നെ സ്വന്തമാക്കാനും. ആ രണ്ടാമത് പറഞ്ഞതങ്ങ് തെറ്റിപ്പോയല്ലോ ജിയ. ഞാൻ ഓൾറെഡി നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും നീ ആദത്തിന്റെ കൈകളിൽ എത്തില്ല. എത്താൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അതിനു മുന്നേ തന്നെ ഞാൻ അവനെ കൊന്നിരിക്കും. നിങ്ങളുടെ ഈ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് നിങ്ങളുടെ സ്വഭാവവും. എന്നാ കേട്ടോ, എത്ര ഇതാണെങ്കിലും ഈ ചൈന എന്നെ തിരഞ്ഞു വരും. ഈ ചൈന നിങ്ങൾക്ക് ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ആവേശത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ വാക്കുകൾക്കൊരു സഡൻ ബ്രേക്ക് ഇട്ടു. എന്തോ ആലോചനയിലിരിക്കുന്ന ജിയയെ നോക്കിക്കൊണ്ട് പുച്ഛമായ ചിരിയോടുകൂടി പവിത്രൻ ചോദിച്ചു, ഞങ്ങൾ എന്താ നിർത്തിക്കളഞ്ഞത്? പറയണം, ബാക്കി കൂടി പറയണം. ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്നല്ലേ? ഇക്കണ്ട കാലമത്രയും ഞാൻ നിനക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നീ ആ മാൻഷനുള്ളിലാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതിനാൽ നീ പറയാൻ വന്ന പച്ചക്കള്ളം എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പവിത്രന്റെ വാക്കുകൾ കേട്ട് ജിയ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ കരച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മെല്ലെ അവളുടെ അരികിലേക്ക് ചുവടുകൾ എടുത്ത് വെച്ചുകൊണ്ട് പവിത്രൻ പറഞ്ഞു, രക്ഷപ്പെടാനാണെങ്കിൽ കൂടി റേപ്പ് ചെയ്ത പുരുഷനോട് ദിവ്യപ്രേമം തോന്നിയെന്നൊന്നും നീ എന്നോട് പറഞ്ഞു കളയരുത്. നീ അത്തരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും ഒരു വിഡ്ഢിയല്ല എന്ന് നീ മനസ്സിലാക്കണം. തന്റെ അരികിലേക്ക് വരുന്ന പവിത്രനെ ഭയത്തോടുകൂടി ജിയ നോക്കിയിരുന്നു. അവൾ മെല്ലെ പുറകിലോട്ട് പിൻവലിയുവാൻ ശ്രമിച്ചതും അവളെ തടയും വിധം അവൻ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, റിലാക്സ്, പേടിക്കണ്ട. ഞാൻ എന്തായാലും ആദം ജോൺ സാമുവലല്ല, വയ്യാതെ ഇരിക്കുന്ന പെൺകുട്ടിയെയും കയറി റേപ്പ് ചെയ്യാനായിട്ട്. സോ എനിക്ക് എൻ്റെതായ ചില നിയമങ്ങളും ചട്ടമുറകളും ഉണ്ട്. അതൊരു പെണ്ണിനോടായാലും പുല്ലിനോടായാലും. രാവണന്റെ ഉദ്യാനത്തിൽ ചിന്താവിഷ്ടയായി കഴിഞ്ഞിരുന്ന സീതയെ പോലെ നിനക്ക് ഈ മുറിയിൽ സമാധാനമായിട്ട് കഴിയാം. നിന്റെ ഓപ്പറേഷന്റെ സ്റ്റിച്ച് ഉണങ്ങുന്നത് വരെ. ഞാനൊരു പുരുഷനാണ്. പാൽപ്പായസം മുന്നിൽ വെച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്ന പട്ടി അവൻ എന്നെ കിട്ടില്ല. പോയിട്ട് വരാം, റെസ്റ്റ് എടുക്കുക. പറഞ്ഞതിന് ശേഷം പവിത്രൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വാതിലടയ്ക്കുന്നു. സങ്കടത്തോടുകൂടി തന്നെ ജിയ ആ ബെഡിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു, തൻ്റെ കുഞ്ഞിനെ ഓർത്ത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പവിത്രൻ ജിയയ്ക്കായി ഒരു ഹോം നേഴ്സിനെയും അവളുടെ ആവശ്യങ്ങൾ കാണുവാനായി 2 സെർവൻസിനെയും ഏർപ്പാടാക്കി. ജിയയ്ക്ക് ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള അധികാരവും ഉണ്ടായിരുന്നില്ല. ആ മുറിയിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ രാവണൻ തട്ടിക്കൊണ്ടുവന്ന സീതയെ പോലെ കണ്ണീരോടുകൂടി കഴിച്ചുകൂട്ടി ജിയ. ഇന്നേക്ക് ജിയയെ കാണാതായിട്ട് 5ാമത്തെ ദിവസമായി. ആദം സ്വന്തം വീട് പോലും ഉപേക്ഷിച്ച് ജിയയെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ജിയയെക്കുറിച്ച് അറിയുവാൻ വേണ്ടി അവൻ്റെ ആകെയുള്ള കച്ചിത്തുരുമ്പായിരുന്നു ലിസ. എന്നാൽ മരണത്തിൻ്റെ വാക്കിലെത്തിയിട്ട് പോലും അവൾ വാ തുറന്നൊരക്ഷരം പോലും ജിയയെക്കുറിച്ച് പറയുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ആദത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആദം മാത്രമായിരുന്നില്ല, ഹാരിസും ആര്യനുമൊക്കെ അവരെ കൊണ്ട് കഴിയും വിധം ജിയയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഊട്ടിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ആദത്തിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് ജിയയെ അന്വേഷിച്ചിരുന്നു. എന്നിരുന്നാലും അവിടെയെല്ലാം പരാജയം മാത്രമാണ് ആദത്തിന് വഹിക്കേണ്ടി വന്നിരുന്നത്. അവൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ പാലത്തിനരികിലെത്തി കാർ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട ശേഷം തൻ്റെ സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് ജിയയുടെ ഓർമ്മയിലേക്ക് ആഴ്ന്നു.
കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരിക്കിടന്ന ആദം ഞെട്ടി എണീറ്റുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. നിറഞ്ഞ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു പിടിച്ചു. എന്തോ തീരുമാനമെടുത്തതുപോലെ കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതീവ ദേഷ്യത്തോടുകൂടി ഗിയറിൽ കൈകൾ അമർത്തി അവൻ മുന്നോട്ട് വണ്ടിയെടുത്തു. ഇതേ സമയം ആദം മാൻഷനിൽ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ആദം മാൻഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഡോക്ടർ ജാനകിയുടെ നിർദ്ദേശപ്രകാരം പാല് കൊടുക്കുവാനായി ഒരു സ്ത്രീയെയും ഏർപ്പാടാക്കി. കുഞ്ഞുള്ളതിനാൽ മാളവികയ്ക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകുവാൻ തന്നെ മടിയായിരുന്നു. ആലീസും മാളവികയും കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നെന്ന പോലെ പരിപാലിച്ചു വന്നു. ഇതേ സമയം ട്രീസ ഒരു മുത്തശ്ശിയുടെ കടമകളെല്ലാം ആ കുഞ്ഞിൽ നിറവേറ്റിയിരുന്നു. ഹാരിസും ആര്യനുമൊക്കെ അവരവരുടേതായ സ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ സന്തോഷത്തോടുകൂടി പരിപാലിച്ചു വന്നു. എന്നിരുന്നാലും ആദത്തിൻ്റെയും ജിയുടെയും കുറവ് അവരാൽ നികത്താനായില്ല. എല്ലാവരും കുഞ്ഞിനെ മുകളിലും താഴെയും വെക്കാതെയാണ് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ജിയുടെ മിസ്സിംഗ് കേസ് നാട്ടിലറിഞ്ഞതുകൊണ്ട് തന്നെ ജിയുടെ മാതാപിതാക്കളും ആദം മാൻഷനിലെത്തി. ഈ 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ജിയുടെ കുറവ് നികത്തുവാൻ എല്ലാവരും അശ്രാന്ത പരിശ്രമം തന്നെ നടത്തി. അപ്പോഴാണ് കിച്ചണിലേക്ക് കടന്നു ചെല്ലുന്ന ട്രീസ അവിടെ ടേബിളിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ആലീസിനെ കാണുന്നത്. അവൾ മെല്ലെ ആലീസിനരികിലേക്ക് ചെന്ന് ചോദിച്ചു, എന്തുപറ്റി മോളെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കുഞ്ഞുറങ്ങിയോ? ആലീസിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് ട്രീസ ചോദിച്ചതും തലയുയർത്തി നോക്കിയ ആലീസിനെ കണ്ട് ട്രീസ ഒന്ന് പകച്ചു. ശേഷം അവളോടായി ടെൻഷനോടുകൂടി ചോദിച്ചു, എന്താ കരയുന്നത്? അത് കേട്ടതും ട്രീസയുടെ അരക്കെട്ടിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലീസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എത്ര ദിവസമായി ട്രീസമ്മേ ജിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട്? കുഞ്ഞിനെ നോക്കാൻ നമ്മളുണ്ട്, പക്ഷെ അവള് ഓപ്പറേഷൻ കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ, ആരുണ്ടാകും നോക്കാൻ? തട്ടിക്കൊണ്ട് പോയവര് അവളെ നോക്കുന്നുണ്ടാവോ? അതോ ഇനി ജീവനോടെ വെച്ചിട്ടുണ്ടോ? ആലീസിന്റെ വാക്കുകൾ കേട്ട ട്രീസയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്ന് താഴേക്ക് വീണു. എന്നിരുന്നാലും ധൈര്യം സമ്പാദിച്ചുകൊണ്ട് തന്നെ അവൾ ആലീസിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അവക്കൊന്നും സംഭവിച്ചു കാണില്ല മോളെ. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാ ഈ ട്രീസാമ്മയ്ക്കും ഇഷ്ടം. ആദം കൊണ്ടുവരും അവളെ, എനിക്ക് വിശ്വാസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ എൻ്റെ മോൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. എൻ്റെ മോനെ കൊണ്ട് കഴിയും അവളെ കൊണ്ടുവരാൻ. അവളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ഫീഡിംഗ് ബോട്ടിൽ കഴുകാൻ വേണ്ടി മാളവിക കിച്ചൺ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇരുവരുടെയും സംസാര രീതി അവൾ കേൾക്കുന്നത്. വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് തന്നെ ഇരുവരും സംസാരിച്ച കാര്യങ്ങൾ അവളും കേട്ടിരുന്നു. അവളുടെയും കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇരുവരും കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടതും പെട്ടെന്ന് തന്നെ മാളവിക തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി ഒന്നും അറിയാത്ത രീതിയിൽ അവർക്കരികിലേക്ക് ചെന്നു. ഇതെന്താ ഇവിടെ മഹാരാഷ്ട്ര ലിംഗനോ? മറികെ എടി ആലീസേ, നിന്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് ശരിയാക്കും. എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഞാനൊരു ഡയപ്പർ ഇട്ട് കൊടുത്തത്. അപ്പോഴേക്കും അതുമേൽ അപ്പിയിട്ടു. മുട്ടയെന്ന് വിരിയാത്തപ്പോഴേ ഇങ്ങനെ. ഇനി ഇച്ചിരി കൂടി കഴിഞ്ഞാ എനിക്ക് ആലോചിക്കാനേ വയ്യ. പറഞ്ഞുകൊണ്ട് മാളവിക അവരെ മറികടന്ന് വാഷ് ബേസിനരികിലേക്ക് ചെന്നുകൊണ്ട് തന്നെ കയ്യിലിരുന്ന ഫീഡിംഗ് ബോട്ടിൽ കഴുകുവാൻ തുടങ്ങി. ഇതിനുള്ളിൽ തന്നെ മാളവികയെ കണ്ട ട്രീസിയും ആലീസും പെട്ടെന്ന് തന്നെ വേർപിരിഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ച് ട്രീസ മാളവികയോടായി ചോദിച്ചു, കുഞ്ഞുറങ്ങുവാണെന്ന് ആലീസ് പറഞ്ഞു, അപ്പോഴേക്കും എണീറ്റോ? ട്രീസയുടെ ചോദ്യം കേട്ടതും ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് സ്റ്റൗവിലേക്ക് തിളപ്പിക്കുവാൻ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മാളവിക തിരിഞ്ഞു നിന്ന് പറഞ്ഞു, അതോ എൻ്റെ ട്രീസ് ആൻറ്റി, അത് പറയാതിരിക്കുക ഭേദം. ഹാരി സാറിൻ്റെ റൂമിലാ കുഞ്ഞിനെ ആലീസ് കൊണ്ട് ഉറക്കി കിടത്തിയത്. അവിടെ കിടന്ന കുഞ്ഞ് കരഞ്ഞാൽ പോലും അറിയില്ലല്ലോ എന്ന് കരുതി ഞാൻ എടുക്കാനായിട്ട് ചെന്നപ്പോൾ ദാ കണ്ണും മിഴിച്ച് കിടക്കുന്നു. പിന്നെ ഈ ബോട്ടിലുണ്ടായിരുന്ന പാല് മുഴുവനും കുടിപ്പിച്ചിട്ട് ഞാൻ ജോൺ സാമുവൽ സാറിന്റെ കൂടെ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്. മുത്തശ്ശനും കൊച്ചുമോളും കൂടി എന്തോ വലിയ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യുന്ന കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് പാലെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ ഇവിടെ പല കലാപരിപാടികളും ഞാൻ കണ്ടേ. അത് കേട്ടത് ആലീസും ട്രീസിയും മൗനമായി. എന്നാൽ മൗനത്തെ ഭേദിക്കും വിധം ട്രീസ ആലീസിനോടായി പറഞ്ഞു, ഒരു കാര്യം ഞാൻ മറന്നു. അത് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ കിച്ചണിലേക്ക് വന്നത്. എന്റെ മൂഡ് തെറ്റിച്ചതെല്ലാം നീ ആലീസേ.
ട്രീസിയുടെ വാക്കുകൾ കേട്ടിരുന്ന ആലീസ് പെട്ടെന്ന് തന്നെ മാളവികയെ വിട്ട് ട്രീസിക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, എന്താ എന്താ ട്രീസമ്മ? അത് മോളെ, ജിയുടെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് തിരിച്ചു പോവുക. ജിയുടെ അനിയനില്ലേ, അവൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ആക്സിഡന്റ്, ഹോസ്പിറ്റലിലാണെന്നാ കേട്ടത്. അത് കേട്ടതും ആലീസ് ഭയത്തോടു കൂടി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ആണോ കർത്താവേ, ആ കുഞ്ഞിപ്പോ പലതവണ ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചപ്പോഴൊക്കെ തടസ്സങ്ങളാണല്ലോ. എന്തായാലും അവര് പോകുന്നതാ നല്ലത് ട്രീസാമ്മ. കുഞ്ഞിനെ ഓരോ നിമിഷം കാണും തോറും അവരുടെ മനസ്സ് വിങ്ങിപ്പൊട്ടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ തന്നെ കുഞ്ഞാപ്പി ഉറക്കിയ ശേഷം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ റൂമിൽ കരച്ചില് നല്ലതുപോലെ കേൾക്കുന്നുണ്ടായിരുന്നു. വാപത്തി കരയുവാണെന്ന് ആ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് കേട്ടത് കൊണ്ടാ ഞാനും ഈ കിച്ചണിൽ വന്ന് ജിയുടെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞു പോയത്, ട്രീസ അമ്മയും വിഷമിപ്പിച്ചത്. അതുകൊണ്ട് ജിയുടെ അമ്മയും അച്ഛനും പോകുന്നത് തന്നെയാ നല്ലത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ വിടുമ്പോൾ തന്നെ ജിയുടെ അമ്മയുടെ പാതി അസുഖങ്ങൾ കുറയും. വിഷമത്തോടു കൂടിയാണെങ്കിലും ആലീസ് പറയുന്നതൊക്കെ സമ്മതിക്കും വിധം ട്രീസയും മാളവികയും തലയാട്ടി. പെട്ടെന്ന് തന്നെ സംസാരം മാറ്റുന്ന രീതിയിൽ ട്രീസ മാളവികയോടായി ചോദിച്ചു, അല്ല മോളെ, ഹാരിസും ആര്യനും എവിടെ?